മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് CPM ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം എന്റെ നിലപാട് അറിയിക്കാം എന്നതായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതേ തുടർന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ മാധ്യമങ്ങൾ എന്താണ് നിലപാട് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടെല്ലാം പറഞ്ഞ ഒരേ മറുപടി, നാളെ രാവിലെ മാധ്യമങ്ങളെ കാണാം, ആ സമയത്ത് എന്റെ നിലപാട് അറിയിക്കാം എന്നതാണ്. പക്ഷെ എന്നിട്ടും ഞാൻ പറയാത്ത കാര്യം ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കേരളത്തിലെ ഒരു മാധ്യമത്തോടും അതല്ലെങ്കിൽ ഒരാളോടും ഞാൻ മത്സരിക്കുന്ന വിവരം ഇന്നലെ വരെ അറിയിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോട് അടുത്താണ് മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിലയിൽ വാർത്ത കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നലെ തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കണം എന്നതാണ്. ഞാൻ പയ്യന്നൂരിലെ സംഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിവെച്ച പോരാട്ടം, ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മത്സരിക്കേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. നേരത്തെ നിലപാട് പറയാതിരുന്നത് ഇത്രയും ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു വ്യക്തിയെ വീണ്ടും പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ ഇടതുപക്ഷം സന്നദ്ധമാകില്ല എന്ന വിശ്വാസത്തിലാണ്. പക്ഷെ ഇടതുപക്ഷം അദ്ദേഹത്തെ തന്നെ വീണ്ടും പയ്യന്നൂരിൽ നിന്ന് മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്റെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഏറ്റവും വിലപ്പെട്ട ജീവൻ പ്രസ്ഥാനത്തിനു വേണ്ടി നൽകിയിട്ടുള്ളവരാണ്. അങ്ങനെ നൽകിയവരുടെ കുടുംബം അനാഥമാകാൻ പാടില്ല എന്ന നിലയിലാണ് രക്തസാക്ഷി കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഫണ്ട് പിരിക്കുന്നതിന് എല്ലാ കാലത്തും ഇടതുപക്ഷം സന്നദ്ധമായിട്ടുള്ളത്. അങ്ങനെ പിരിച്ച ഫണ്ടിൽ പോലും വെട്ടിപ്പ് നടത്തുന്ന ഒരാള് എങ്ങനെയാണ് ഇടതുപക്ഷക്കാരനായി അംഗീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് എങ്കിലും അദ്ദേഹത്തെ ഒരു ഇടതുപക്ഷക്കാരനായി, ഇടതുപക്ഷ നിലപാടുള്ള ഒരാളായി കാണാൻ സാധിക്കില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. പയ്യന്നൂരിലെ ഇടതുപക്ഷത്തെ, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെ
മാഫിയ സംഘങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന നിലപാടാണ് കുറച്ചു കാലമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാഫിയ സംഘത്തിന്റെ കൈകളിൽ നിന്ന് പയ്യന്നൂരിലെ ഇടതുപക്ഷത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെ രക്ഷിച്ചെടുക്കുക എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ ലക്ഷ്യമായി കാണുകയാണ്. ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ പയ്യന്നൂർ മണ്ഡലത്തിലുണ്ട്. ഞാൻ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4.5 കൊല്ലത്തിലധികം പാർട്ടിക്കകത്തുന്നയിച്ച് പരിഹാരം കാണാൻ സാധിക്കാത്ത സന്ദർഭത്തിലാണ് പരസ്യമായി ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് വേണ്ടി നിർബന്ധിതമായത്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും, 4 കൊല്ലം മുമ്പ് ഈ ഒരു വിവാദം മാധ്യമങ്ങളിൽ ഉയർന്നു വന്നപ്പോ അന്ന് ഞാൻ പാർട്ടിക്കകത്ത് മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ. ഒരു മാധ്യമത്തോടും പങ്കുവെക്കുന്നതിന് വേണ്ടി ഞാൻ സന്നദ്ധമായിട്ടില്ല. പക്ഷേ ചില മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ വരികയുണ്ടായി. അന്ന് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യും എന്ന് ഇദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിന് വേണ്ടി വക്കീലും പറയുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷെ ഈ 4 കൊല്ലത്തിനിടയിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു എന്നതിലുപരി ഒരു കേസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഇന്നേ വരെ സന്നദ്ധമായിട്ടില്ല. ഞാൻ ഈ പുസ്തകത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു വിശദീകരണം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയും ഇടതുപക്ഷവുമാണ് പരാജയപ്പെടാൻ പോകുന്നത്. അങ്ങനെ പരാജയപ്പെടേണ്ട ഒന്നല്ല പാർട്ടിയും ഇടതുപക്ഷവും എന്നതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് ഇടതുപക്ഷത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപജയങ്ങൾക്കെതിരായി, ഈ തെറ്റായ നിലപാടുകൾക്കെതിരായി പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നോട് നിരന്തരം ബന്ധപ്പെട്ട് മത്സരിക്കണമെന്നാവശ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ മത്സരിക്കുക എന്ന നിലപാടിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്റെ വിജയത്തിനു വേണ്ടി നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹായവും പിന്തുണയും ഉണ്ടാകണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുക. കാരണം മാധ്യമങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതുപോലെ തന്നെ നവമാധ്യമങ്ങളും വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പണമൊഴുക്കിക്കൊണ്ടുള്ള കെട്ടുകാഴ്ചകൾ സംഘടിപ്പിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം പിരിച്ച് ആർഭാടം നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ചെലവുകളെല്ലാം വരുന്നതാണ്. അതെന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ അത് നിർവഹിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലേക്ക് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതേവരെ അറിയിച്ചിട്ടില്ല. പിന്തുണക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളത്തിൽ ചിലയിടത്തെല്ലാം അത്തരം നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസിനോ UDF-നോ അല്ല, മുഴുവൻ ആളുകളുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇടതുപക്ഷത്ത് പോലും
വലിയ വിഭാഗം ജനങ്ങൾ LDF എന്ന രീതിയിൽ പിന്തുണക്കില്ലെങ്കിലും LDFനകത്തെ വലിയ വിഭാഗം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ പിന്തുണക്കാൻ സന്നദ്ധമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ നിലയിലുള്ള ബന്ധപ്പെടലുകളാണ് ഒട്ടേറെ ആളുകൾ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ എല്ലാവരുടെയും പിന്തുണ എന്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നത് മാത്രമേ ഉള്ളൂ. ബിജെപിയുടെ പിന്തുണ സ്വീകരിക്കും. മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ സ്വീകരിക്കും. ഒരു മുന്നണിയുടെയും ഭാഗമായി മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുവരെ നിങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയത്തെ റദ്ദാക്കുന്ന ഒരു സംഭവമായിട്ട് മാറില്ലേ? നിങ്ങൾ മറ്റുള്ളവരുടെ BJP അതുപോലെ തന്നെ UDFന്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ BJPയുടെയും UDFന്റെയും പിന്തുണ സ്വീകരിക്കുമെന്ന് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. അതെ, പിന്തുണ സ്വീകരിക്കും എന്ന് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാകണം എന്നതാണ്. UDFനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് അത് സംബന്ധിച്ച് അറിയില്ല, അത് അവര് പറയേണ്ട കാര്യമാണ് എന്നതാണ്. ഒരു മുന്നണിയുടെയും സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് പെട്ട് കഴിഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസ്ഥാനത്തിൽ പോകുമ്പോൾ എന്തിലൂടെയായിരുന്നു നിൽക്കുക? അങ്ങനെ പിന്തുണ നൽകുന്ന സാഹചര്യം വേണ്ടേ? അത് അതിനുശേഷമുള്ള കാര്യമല്ലേ? ഇടതുപക്ഷം പരാജയപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് അതിനുശേഷമുള്ള കാര്യമല്ലേ? ആ കാര്യത്തെ സംബന്ധിച്ച് ആ സമയത്ത് ആലോചിച്ച് നിലപാടറിയിക്കാം എന്നതാണ്. ഞാനിതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പയ്യന്നൂരിലെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, പയ്യന്നൂരിലെ ഇടതുപക്ഷത്തിനകത്ത് ഉയർന്നു വന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ സന്നദ്ധമായിട്ടുള്ളത്. പയ്യന്നൂരിലെ പാർട്ടിയെ ഒരു മാഫിയ സംഘത്തിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കരുത്. ഈ ഇടതുപക്ഷത്തിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ഈ ഇടതുപക്ഷത്തെ തകർക്കും. അതുകൊണ്ട് അതിനെതിരായി ഒരു വിധിയെടുത്ത് പയ്യന്നൂരിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ നിലയിലേക്ക് ഞാൻ നേരത്തെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലുപരിയായി ഒരു സംസ്ഥാന തലത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് കരുതുന്നേയില്ല. അതുകൊണ്ട് ജയിച്ചാൽ എന്ത് നിലപാട് എന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. വലിയൊരു ഭാഗവും താങ്കളെ പിന്തുണയ്ക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞല്ലോ. UDFന്റെയോ കോൺഗ്രസിന്റെയോ ഒക്കെ പിന്തുണ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ സഖാക്കൾ അതിനെയും പിന്തുണയ്ക്കുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, UDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥിയായിട്ടല്ല ഞാൻ മത്സരിക്കുന്നത്. ഞാൻ എന്തിനു മത്സരിക്കുന്നു എന്ന കാര്യം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ സന്നദ്ധമാവുക എന്നതാണ് ഞാൻ കരുതുന്നത്. മറ്റാര് പിന്തുണക്കുന്നു എന്നത് സാധാരണഗതിയിൽ നോക്കേണ്ട കാര്യമില്ല. മറ്റ് ഒരു മുന്നണിയുടെയും ഒരു പാർട്ടിയുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ല ഞാൻ മത്സരിക്കുന്നത്. സമാനമായ വിഷയങ്ങൾ UDFലും അതുപോലെ തന്നെ പയ്യന്നൂരിലെ UDFലും അതുപോലെ തന്നെ BJPയിലും സമാനമായ ഫണ്ട് വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് മാധ്യമങ്ങളിൽ വാർത്തയുമായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ സർവ്വസ്വതന്ത്രമായിട്ട് ഞാൻ മത്സരിക്കുന്നു, ഇവരുടെ ആരുടെയും പിന്തുണ വേണ്ട എന്നൊരു നിലപാട് എന്തുകൊണ്ടാണ് ഉന്നയിച്ചത്? ജനങ്ങളുടെ പിന്തുണയില്ലാതെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ BJPയുടെയോ കോൺഗ്രസിന്റെയോ UDFന്റെയോ സ്ഥാനാർത്ഥിയായിട്ടല്ല മത്സരിക്കുന്നത്. ഞാൻ ജനങ്ങളുടെ മുമ്പിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്, മത്സരിക്കുന്നത്. ആ ജനങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി എഴുതേണ്ടത് അവരോടാണ് എന്റെ അഭ്യർത്ഥന. ഈ UDF സ്ഥാനാർത്ഥിയൊന്നും നിർത്താതെ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് പറയാൻ കഴിയില്ല, അത് അവരുടെ നിലപാടാണ്. ഈ കാലയുടെ ഒരു സ്ട്രാറ്റജിയാണോ ഉന്നയിച്ചാണ് പ്രതീക്ഷിക്കുന്നത്?
താരയില് പിന്നെ വൈശാഖ് മത്സരിച്ച സമയത്ത് അവിടെ LDFന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, UDFന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരുടെയും പല പാർട്ടികളുടെയും വോട്ട് മാറിയിട്ട് അവിടെ വൈശാഖ് വിജയിച്ചിട്ടുണ്ട്. ആ ഒരു സ്ട്രാറ്റജി ആണോ കുഞ്ഞകൃഷ്ണേട്ടൻ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്? അത് തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി പരസ്യപ്പെടുത്തേണ്ട ഒരു കാര്യമല്ലത്. തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നടത്തേണ്ടുന്ന കാര്യമാണ്. അത് ആരെങ്കിലും സ്ട്രാറ്റജി പരസ്യപ്പെടുത്തിയിട്ട് പ്രവർത്തനം നടത്താറുണ്ടോ? ഏതാണ്ട് 1,00,000 വോട്ടുള്ള ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. സിപിഎമ്മിന് അത്രയും സ്ട്രോങ്ങോടാണ് കണ്ണൂർ ജില്ലയിൽ. അപ്പൊ പാർട്ടിക്കാരുടെ പിന്തുണ പൂർണ്ണമായിട്ട് ഉള്ളിൽ കൂടെയെങ്കിലും കിട്ടണമല്ലോ. അപ്പൊ ആ നിലയിൽ ഏതെങ്കിലും കൂട്ടായ്മകളോ സംഘടനകളോ രൂപീകരിച്ചായിരിക്കും പോകുക, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒറ്റയ്ക്കുള്ള പ്രവർത്തനമാണോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? അത്തരത്തിലുള്ള പ്രവർത്തനം നടക്കും. ഒരു കാര്യം കൂടി ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നുന്നു. അതായത് കുഞ്ഞകൃഷ്ണൻ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിഷ്പക്ഷമതികളുണ്ട്, പാർട്ടി അല്ലാത്തവരുണ്ട്, പാർട്ടിയുള്ളവരുണ്ട്. അപ്പം ജയിച്ചു കഴിഞ്ഞിട്ടുള്ള സ്ട്രാറ്റജിയാണത്. ഈ കൂടി ജയിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലേക്ക് ഇപ്പൊ ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു MLA അത്തരത്തിലേക്ക് പോകുമോ, അത് സ്വന്തമായിട്ട് തന്നെ പിന്നെ സമീപിക്കുക എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാക്കിക്കൂടെ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ജയിച്ചതിന് ശേഷം പറയേണ്ടുന്ന കാര്യമാണ്. ജയിക്കണോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അത് വോട്ടെണ്ണി എല്ലാരും ജയിക്കാനാണ് മത്സരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ 5 or 8 ആള് മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ 8 പേരും ജയിക്കാനാണ് മത്സരിക്കുന്നത്. പക്ഷെ ഒരാൾ മാത്രമേ ജയിക്കൂ. അങ്ങനെ വരുമ്പോ ജയിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കാര്യത്തെ സംബന്ധിച്ച് മുൻകൂട്ടി പറയേണ്ടുന്ന ഒരു കാര്യമില്ല. അത് ജയിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പറയും. ജനങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരാള് MLA ആയിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ ഇടതുപക്ഷത്തിന്റെ കൂടിയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഉന്നയിച്ച കാര്യങ്ങളിൽ മുഴുവൻ ഒരു വിട്ടുവീഴ്ചക്ക് വഴങ്ങി എന്നുള്ളതല്ലേ നിങ്ങൾ വരിക? അത് ഞാൻ ജനങ്ങളോട് പറയുന്നുണ്ട്. ഞാൻ എന്തിനു വേണ്ടി മത്സരിക്കുന്നു എന്ന കാര്യത്തെ സംബന്ധിച്ച് ജനങ്ങളോട് പറയുന്നുണ്ട്. എല്ലാ ജനങ്ങൾക്കും എല്ലാ വോട്ടർമാർക്കും എത്തിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ അതിന്റെ ഒരു ലീഫ്ലെറ്റ് തയ്യാറാക്കി നൽകുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകും. കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ തെരഞ്ഞെടുപ്പും ഒരുങ്ങുന്നതിന് മുന്നേ ഏതാണ്ട് എത്ര ശതമാനം വിജയസാധ്യതകളുണ്ടാവും, ഏതെങ്കിലും മേഖലകളിൽ വോട്ട് കിട്ടും, താങ്കളുടെ പറഞ്ഞ ആശയത്തോട് ആരൊക്കെ കൂടെ നിൽക്കുന്നവരുണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊരു എത്രത്തോളം വിജയ സാധ്യതയുണ്ട് താങ്കളുടെ കണക്കൂട്ടൽ? വിജയ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയ്യന്നൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിനിടയിൽ വലിയ നിലയിൽ അഭിപ്രായങ്ങളുണ്ട്. നിലവിലുള്ള MLA തന്നെയാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന് പരസ്യമായി പറയാൻ സന്നദ്ധമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനകത്ത് നിന്ന് തന്നെ വലിയ നിലയിലുള്ള വോട്ട് സമാഹരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പക്ഷെ താങ്കൾ മത്സരിക്കുമായിരുന്നില്ലല്ലോ. ഞാൻ മത്സരിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമേ എന്റെ നിലപാട് പറയൂ എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. PA മൻസൂറിനൊഴികെ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ വന്നിരുന്നതെങ്കിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമായിരുന്നില്ല. അപ്പൊ ഈ മത്സരം മധുസൂദനോടുള്ള വിരോധം കൊണ്ട് മാത്രമാണോ, മധുസൂദനെ സംരക്ഷിക്കുന്ന പാർട്ടി നേതൃത്വത്തിലുള്ള മറുപടി കൂടിയാണോ? മധുസൂദനോട് ഒരു വിരോധം എനിക്കില്ല. കാരണം എനിക്ക് പ്രശ്നാധിഷ്ഠിതമാണ് എന്റെ വിഷയം. എന്താണ് വിഷയമെന്നത് ഞാൻ എന്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്റെ മാധ്യമ സമ്മേളനങ്ങളിലെല്ലാം ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമേ അല്ല. ഞാൻ എന്റെ പുസ്തക പ്രസാധന ചടങ്ങിൽ ഗാന്ധി പാർക്കിൽ അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അയാൾ കള്ളനാണ് എന്ന് പരസ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിലേ അല്ല, പയ്യന്നൂരിലെ വിഷയങ്ങളാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ പാർട്ടിക്കകത്ത് നടക്കാൻ പാടില്ലാത്ത
കാര്യങ്ങളാണ് പയ്യന്നൂരിൽ നടന്നത്. അപ്പൊ അത് തിരുത്താൻ സാധിക്കണം. അതുകൊണ്ടാണ് നേതൃത്വം അത് തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ നേതൃത്വത്തെ തിരുത്തിക്കാൻ അണികൾ സന്നദ്ധമാകണം എന്ന നിലയിൽ ഞാൻ പറഞ്ഞത്. മുൻ ഏരിയ സെക്രട്ടറിയെ കുറിച്ചിട്ട് വിശേഷാട്ടൻ കള്ളനാണ് എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് ടി എ മധുസൂദനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ടി എ മധുസൂദനല്ലേ ആ പുസ്തകത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അല്ല, മുഴുവൻ കാര്യങ്ങളും പേരെന്തെന്ന് പറഞ്ഞു. ഫണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ടി എ മധുസൂദന്റെ പേരെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പറഞ്ഞ അവരുടെ പിന്തുണ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവരൊക്കെ നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തെ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്രക്കാരെ പിന്തുണക്കേണ്ടതില്ല എന്നുള്ള രീതിയിലൊരു പ്രചരണം UDF-ന്റെ അകത്ത് നടക്കുന്നത്. ലീഗിനും അതേ അഭിപ്രായമാണ് എന്നാണ് ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിനൊക്കെ എങ്ങനെയാണ്? അല്ല, അത് അവരുടെ നിലപാടല്ലേ. അവരുടെ നിലപാടിൽ ഞാൻ എങ്ങനെയാണ് മറുപടി വരേണ്ടത്? ഇടത് വിമതരുടെ CPM-ൽ നിന്ന് പുറത്തായവരോ ഇടതുപക്ഷ വിമതരോ ഒക്കെ ആയിട്ടുള്ള ആളുകളെ പയ്യുണ്ട്. അവരുടെ ഒരു കൺസോൾട്ടേഷൻ കോർ ടീം എന്നത് വർക്ക് ചെയ്യുന്നുണ്ട്. അതില് എന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തവരെ കുറിച്ച് നിങ്ങളെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടവരാണല്ലോ. അതെന്തിന്റെ തെളിവാ? അപ്പൊ ഞാൻ ഉന്നയിച്ച വിഷയങ്ങളുടെ പിന്നിൽ ആളുകളുണ്ട് എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ടാണ് ആ പോരാട്ടം അവിടെ അവസാനിപ്പിക്കാൻ പാടില്ല എന്ന നിലയിലുള്ള അഭിപ്രായം അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ നിലയിൽ ഈ വിമതരായോ അതല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ നിരവധി നേതാക്കന്മാരുണ്ട്. അത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റിയിലും പാർട്ടി മണ്ഡലം കമ്മിറ്റിയിലും ഉണ്ടായിരുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥാനാർത്ഥി അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അവിടെ പറഞ്ഞ ഒട്ടനവധി ആളുകളുണ്ട്. ജനാധിപത്യ കേന്ദ്രീകരണ തത്വം അടിച്ചേൽപ്പിച്ച് ഈ പാർട്ടി തീരുമാനമാണ്, അംഗീകരിച്ചു കൊള്ളണം എന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. എത്ര കാലം ഈ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷത്തിന് ഉൾപാർട്ടി ജനാധിപത്യം അംഗീകരിക്കാതെ ജനാധിപത്യ കേന്ദ്രീകരണ തത്വം മാത്രം അംഗീകരിച്ച് ഒരിടതുപക്ഷത്തിന് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ഞാൻ എന്റെ പുസ്തകത്തിൽ ബംഗാളിന്റെ അനുഭവങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാതെയാണെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഇത്തരം നിലപാടുകളുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഈ പയ്യന്നൂരിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ മറ്റു ചില മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എനിക്കതിനെ കുറിച്ച് വ്യക്തതയൊന്നുമില്ല. നിങ്ങളും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ ആ നിലയിൽ എന്തുകൊണ്ടാ വരുന്നത്? മുമ്പില്ലാത്ത ഒരു അവസ്ഥയല്ലേ. അപ്പൊ എടുക്കുന്ന തീരുമാനം ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു അവസ്ഥ കണ്ണൂർ ജില്ലയിൽ വന്നുചേരുന്നത്. ഇന്ത്യയിലെ പാർട്ടിയുടെ ശക്തമായ ഘടകം കേരളമാണ്. കേരളത്തിലെ പാർട്ടിയുടെ ശക്തമായ ഘടകം കണ്ണൂർ ജില്ലയാണ്. ആ കണ്ണൂർ ജില്ലയിലാണ് ഈ രീതിയിലുള്ള വിള്ളലുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിഭാഗീയത ഒക്കെ ഉയർന്നു വരുന്നത് എന്നത് ഈ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് പോകാൻ അധികം ദൂരമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ഈ തളിപ്പറമ്പിലാണോ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ തളിപ്പറമ്പിലാണോ ഈ വിമത സ്ഥാനാർത്ഥി വരുന്നതെന്ന് എന്താണ്? ഞാൻ ഒരു മണ്ഡലത്തിന്റെ പേരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു ചിലയിടത്ത് നിന്ന് മാത്രമേ ഉള്ളൂ. തളിപ്പറമ്പിലാണെന്ന് നിങ്ങൾക്ക് പേരുണ്ടെങ്കിൽ നിങ്ങളത് അന്വേഷിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അതിപ്പോ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഈ പാർട്ടിയുടെ ഒരു ചട്ടക്കൂടും സെറ്റപ്പും ഉണ്ട്. അതുകൊണ്ട് ഒരാള് പാർട്ടി നിലപാടിന് വിരുദ്ധമായി അഭിപ്രായം പറഞ്ഞാൽ അന്നോ പിറ്റേ ദിവസമോ അയാൾ പാർട്ടിക്ക് പുറത്താണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനം വളരെ ആലോചിച്ച് മാത്രമേ നടക്കൂ.
നിങ്ങളുടെ സഹോദരൻ വി കുഞ്ഞികൃഷ്ണൻ നിങ്ങൾ സോറി വി നാരായണൻ നിങ്ങളെ കാണാൻ വന്നിരുന്നു. ഇനി സഹോദരന്റെ ഒന്നും പ്രശ്നമില്ല, ഇത് പാർട്ടി പ്രശ്നം. ഈ ബന്ധുത്വത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. അദ്ദേഹം കുറെ കാലമായി പ്രവർത്തന രംഗത്ത് വേണ്ടത്ര സജീവല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ റോഡ് ഷോയിലുണ്ടായിരുന്നു, സജീവമായിട്ടുണ്ടായിരുന്നു. ഉണ്ടാവും. കുഞ്ഞികൃഷ്ണൻ നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് CPM-നകത്തുള്ള ആളുകൾ താങ്കൾക്ക് പിന്തുണ പറഞ്ഞിരുന്നു, അതിൽ കാര്യമുണ്ട് എന്ന് ചിന്തിച്ച ആളുകളുണ്ട്. ഇപ്പൊ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിക്കാനൊക്കെ പോകുന്ന സമയത്ത് ആ പിന്തുണ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് CPM അക്കാലത്ത് പറഞ്ഞ താങ്കൾക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട് എന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞത്. അപ്പൊ അവരുടെ ആ പ്രചരണം തിരിവെക്കപ്പെടുകയും അവരുടെ പിന്തുണ കുറയുകയും ചെയ്യുന്നത് തോന്നുന്നുണ്ടോ? നിങ്ങളെല്ലാം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലും പയ്യന്നൂർ അസംബ്ലി മണ്ഡലം കമ്മിറ്റിയിലും ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് വാർത്ത എഴുതിയത്, അപ്പൊ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ സംബന്ധിച്ചില്ലേ? അപ്പൊ അങ്ങനെ ഇത് സംബന്ധിച്ച് അഭിപ്രായം ഇല്ലാത്തവരാണെങ്കിൽ ഈ നിലയിൽ കമ്മിറ്റിയിൽ അതിരൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ട് വരില്ലല്ലോ. അത് ഉയർന്ന നേതാക്കന്മാർ പങ്കെടുത്ത കമ്മിറ്റിയിൽ ഈ നിലയിൽ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് വരില്ലല്ലോ. നിങ്ങൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇതിന് ആദ്യം നല്ല പിന്തുണ ഉണ്ടായിരുന്നു. അവരൊക്കെ നിങ്ങൾക്കെതിരെ നടപടി എടുത്ത സമയത്ത് പിൻവാങ്ങി എന്നുള്ള, നിങ്ങളെ പെരുവയിലാക്കി എന്നുള്ള ഒരു ചിന്തയുണ്ടോ? അല്ല, രാജീവിന് ഇതിനെ വെള്ളം പൂശാനുള്ള താല്പര്യം നന്നായി ഉണ്ട് എന്നുള്ളത് എനിക്ക് തുടക്കം മുതൽ ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് രാജീവിന് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം രാജീവിന് ചോദിക്കാം. എനിക്ക് തോന്നുന്ന മറുപടി മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. നമുക്ക് നമ്മുടേതായ നിലപാടുണ്ടാവല്ലോ. ഉണ്ടാവും. അയ്യോ, നിലപാടിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയും പാടില്ല. പറയുന്നില്ല. അല്ല, എല്ലാ വിദ്യാസംസ്ഥകളും നേരുന്നു. അപ്പൊ എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാം.